Hello and welcome to the new video. So in the last video I discussed about the different methods that can be used for converting an analog filter into digital filter. Different methods or first method ആണ് approximation of derivatives. So approximation of derivatives എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ approximate differential equation by an equivalent difference equation. നമുക്കറിയാം നമ്മൾ ചെയ്യുന്നത് S ഡൊമെയിനിൽ നിന്ന് എന്താ എസ്സിൽ നിന്ന് നമ്മൾ എവിടേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്, സെറ്റിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അതായത് അനലോഗിൽ നിന്ന് ഡിജിറ്റലിലേക്ക് ആക്കണം. നമുക്കറിയാം എസ് ഡൊമൈനിലുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഫിൽറ്ററിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനും സെറ്റ് ഡൊമൈനിലാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഡിഫറൻസ് ഇക്വേഷൻ ആണ്. ഇവർ തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അതായത് ഇതേ കൺസെപ്റ്റ് തന്നെയാണ് അവിടെയും വരുന്നത്. എസ്സിൽ ഡിഫറൻഷ്യലിൻ്റെ അതേ തന്നെയാണ് മറ്റോടത്ത് ഡിഫറൻസിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ അപ്രോക്സിമേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൽ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് അപ്രോക്സിമേറ്റഡ് ബൈ ഇക്വലന്റ് ഡിഫറൻസ് ഇക്വേഷൻ. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ എന്താ പറയുക, ഡെറിവേറ്റീവ് dy of t by dt, അതായത് ഡെറിവേറ്റീവ് ഓഫ് y of t at a time say t equal to nt. t equal to nt നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ബാക്ക്വേർഡ് ഡിഫറൻസ് അപ്പോൾ അതിൻ്റെ ബാക്ക്വേർഡ് ഡിഫറൻസ് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ബൈ ഡെഫിനിഷൻ ബാക്ക്വേർഡ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y of nt മൈനസ് y of nt മൈനസ് t ഡിവൈഡഡ് ബൈ t. ഈ ഒരു റിലേഷൻ വെച്ചിട്ട് നമ്മൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് ദാറ്റ് ഈസ് dy of t by dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? അറ്റ് t ഈക്വൽ ടു എൻ ടി, നമ്മൾ ഒരു ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? y ഓഫ് എൻ ടി മൈനസ് y ഓഫ് എൻ ടി മൈനസ് ടി. ഇത് ബേസിക് ഡെഫിനിഷൻ പ്രകാരമുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും ഞാൻ ഇവിടെ ആദ്യം പറയുന്നില്ല. ഇത് തന്നെ ഈക്വൽ ടു നമുക്ക് നോർമലി നമ്മൾ എന്താ പറയുക, ഡിസ്ക്രീറ്റ് പഠിച്ചാകുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും. y ഓഫ് എൻ ടീനൊക്കെ നമ്മൾ എൻ ടീനെ നമ്മൾ എന്തെന്നാണ് അവസാനം അപ്രോക്സിമേറ്റ് ചെയ്യാറ്? എൻ ആയിട്ടാണ് എടുക്കാറ്. ഇപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? y ഓഫ് എൻ മൈനസ് y ഓഫ് എൻ മൈനസ് 1. ഇതിന് എൻ ടി മൈനസ് ടി എന്ന് പറഞ്ഞാൽ എൻ മൈനസ് 1 എന്നാണ് എടുക്കാറ്. ഓക്കെ, ഡിവൈഡഡ് ബൈ ടി എന്നുള്ള രീതിയിൽ വരും. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടി റെപ്രസെൻറ്റ്സ് സാമ്പിളിംഗ് ആണ്, represents the sampling interval. ഓക്കെ, പിന്നെ നമ്മളിവിടെ എടുത്ത y ഓഫ് എൻ ടീനെ നമ്മൾ എന്തായിട്ട് എടുത്തിട്ടുണ്ട്? y ഓഫ് എൻ ടി ഈക്വൽ ടു y ഓഫ് എൻ. ഇതാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എന്താ പറയുക, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് dy ഓഫ്, നമുക്കിവിടെ അനലോഗ് ഡൊമൈനിൽ ലാപ്ലേസും മറ്റോടത്ത് സെഡ് ഉണ്ടോ. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് dy ഓഫ് ടി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, എസ് ഇൻറ്റു വൈ ഓഫ് എസ് അല്ലേ, എസ് ഇൻറ്റു വൈ ഓഫ് എസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്കൊരു ബ്ലോക്ക് റെപ്രസെൻറ്റേഷൻ ആയിട്ട് വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡിഫറൻസും ഡിഫറൻഷ്യലും കമ്പയർ ചെയ്തിട്ട് എന്തായിരിക്കും ഈ കൺവേർഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യം എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനെ വേണമെങ്കിൽ എനിക്ക് മാറ്റിയിട്ട് എങ്ങനെ എഴുതാം? അപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ y ഓഫ് ടി dy ഓഫ് ടി ബൈ ഡി ടി ആണ്. ഇത് എച്ച് ഓഫ് എസ് എന്ന് പറയുകയാണെങ്കിൽ എച്ച് ഓഫ് എസ് ഈക്വൽ ടു ഇവിടുത്തെ കേസിൽ എസ് എന്നുള്ള രീതിയിൽ എഴുതാം. ഓക്കെ, അപ്പോൾ എസ് എന്ന് പറഞ്ഞ ഒരു ഓപ്പറേഷൻ അവിടെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് കിട്ടും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. dy ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്ത എസ് ഇൻറ്റു y ഓഫ് എസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. അതേപോലെ ഇനി മറ്റേ രണ്ടാമത്തെ സെറ്റ് ട്രാൻസ്ഫോം പറയുകയാണെങ്കിൽ, അതായത് എന്തിൻ്റെ സെറ്റ് ട്രാൻസ്ഫോം? നമ്മുടെ ആ മറ്റേ y ഓഫ് ഇതിൻ്റെ. സോ സെറ്റ് ട്രാൻസ്ഫോം ഓഫ്
y of n minus y of n minus 1 divided by t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരിക എന്തായിരിക്കും? y of n ന്റെ y of z തന്നെ വരും, മറ്റേതിൻ്റെ z raised to minus 1 y of z എന്ന് വരും. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ എനിക്ക് 1 minus z raised to minus 1 into y of z divided by t എന്നാണ് വരിക. അപ്പോൾ ഇതേ സംഭവത്തിനെയും ഞാൻ ഒരു ബ്ലോക്ക് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം നമുക്ക്. എന്ത് വരും ഇവിടെ? നമ്മുടെ y of t എന്നുള്ള രീതിയിൽ എടുക്കാം, മറ്റേ സെയിം ഇതിൽ തന്നെ. ഇവിടെ y of n, കാരണം നമ്മൾ അപ്രോക്സിമേഷൻ ഓഫ് ഡെറിവേറ്റീവും ആ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ y of n minus 1 by t ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വേണ്ടി വന്ന സാധനം എന്തായിരുന്നു? ഇത് പോർഷൻ 1 minus z raised to minus 1 by t. മറ്റേതിൽ നമുക്കത് s കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ 1 minus z raised to minus 1 ഉണ്ട്. ഈ സെയിം സാധനം നമ്മൾ അപ്രോക്സിമേഷൻ വെച്ചിട്ടാണ് ഇത് y of t എന്നുള്ള രീതിയിൽ എടുത്തിട്ടുള്ളത്. കാരണം രണ്ടും ഇക്വേഷൻ സെയിം ആണെന്നാണല്ലോ പറയുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഒന്ന് ലാപ്ലേസും ഒന്ന് സെറ്റും വെച്ചിട്ട് പറയുന്നത് മാത്രം. അപ്പോൾ ലാപ്ലേസ് വെച്ചിട്ടായിരുന്നു അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇക്വേഷൻ എസ് ഇൻറ്റു y of s ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നടുവിൽ എസ് വന്നത്. ഇവിടുത്തെ കേസിൽ y of z നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 1 minus z raised to minus 1 by t ആണ്. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ വന്നത്. അപ്പോൾ രണ്ടെണ്ണത്തിലും വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. ഇതിൽ നമ്മൾ ഇത് രണ്ടും ഈക്വൽ ആണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സും നമുക്ക് എന്തായിരിക്കണം? ഈക്വൽ ആവണം. സോ അപ്പോൾ ഇത് രണ്ടിനെയും കമ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്തെന്ന് എഴുതാം? കമ്പയറിങ് നമുക്ക് അവിടെ ഒരു ഈക്വേഷൻ അല്ലെങ്കിൽ ഒരു റിലേഷൻ കിട്ടും. എന്തെന്ന റിലേഷൻ കിട്ടുക? എസ് ഈക്വൽ ടു 1 മൈനസ് സെഡ് റേസ് ടു മൈനസ് 1 ഡിവൈഡഡ് ബൈ ടി. ഇതാണ് നമ്മളുടെ ആ ഒരു കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത്. സോ കോൺസിക്വൻ്റ്ലി ദ സിസ്റ്റം ഫംഗ്ഷൻ ഓഫ് ദ ഡിജിറ്റൽ IIR ഫിൽട്ടർ obtained as a result of the approximation of derivatives of the filter or finite difference is, നമുക്കപ്പോൾ ഇവിടെ എന്തെന്ന് എഴുതാം? h of z ആണ് നമുക്ക് കണ്ടത്. സോ h of z can be obtained from h of s by substituting s equal to 1 minus z raised to minus 1 by t. ഇതാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. എന്ത് കിട്ടാൻ വേണ്ടിയിട്ട്? നമ്മളുടെ h of z കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് ഒരു കാര്യം ഓൾറെഡി അറിയാം. ഇപ്പോൾ ഇത് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇത് ഇങ്ങോട്ട് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എസ് ടി വരും. എസ് ടി z raised to minus 1 equal to 1 minus st എന്നുള്ള രീതിയിൽ വരും. അല്ലെങ്കിൽ z equal to 1 by 1 minus st എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. 1 by 1 minus st. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 divided by 1 minus j omega t എന്ന് എഴുതാം. എസിന് പകരം ഞാൻ j omega എന്ന് അവിടെ എടുത്തു. ഓക്കെ, അപ്പോൾ അതിനെ ഒന്ന് ന്യൂമറേറ്ററിലേക്ക് ഈ റിയലും ഇമാജിനൊക്കെ വരാൻ വേണ്ടിയിട്ട് 1 plus j omega t ഉണ്ട്, മൾട്ടിപ്ലൈ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതെന്ത് വരും? 1 plus j omega t divided by 1 plus omega square t square എന്നുള്ള രീതിയിൽ വരും അല്ലേ. അപ്പോൾ അതിന് വേണമെങ്കിൽ റിയലും ഇമാജിനറി സ്പ്ലിറ്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ 1 divided by 1 plus omega square t square plus j omega t divided by 1 plus omega square t square എന്നുള്ള രീതിയിൽ വരും. അല്ലെങ്കിൽ ഇതിന് വേണമെങ്കിൽ സിംപ്ലി x plus j y എന്ന് പറയാം. വേർ x ഈക്വൽ ടു ഈ സംഭവം, ഈ ഫസ്റ്റത്തെ പോർഷൻ, അതേപോലെ y ഈക്വൽ ടു നമ്മുടെ രണ്ടാമത്തെ പോർഷൻ. അതിൽ പിന്നെ എന്ത് എഴുതേണ്ട ആവശ്യമില്ല? j എഴുതേണ്ട ആവശ്യമില്ല എന്ന് മാത്രം. y വരാൻ പോകുന്നത്. ഓക്കെ, ഇതും എക്സും വൈയും. ഇതിൽ നിന്ന് തന്നെ ഒന്ന് നമുക്ക് ഒരു റിലേഷൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും. ആ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഈ രണ്ടും വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് കിട്ടാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്ന് വരും. അപ്പോൾ അതിനൊന്ന് റീഅറേഞ്ച് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി ഒരു ഇക്വേഷൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും. എന്താ പറയുക? എക്സ് മൈനസ് 1/2 ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1/4 എന്നും പറഞ്ഞിട്ട് നമുക്കൊരു ഇക്വേഷൻ കിട്ടും.
അപ്പോൾ ഈ ഇക്വേഷൻ എന്തിനാണ് ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു സർക്കിളിൻ്റെ ഇക്വേഷനിലേക്ക് ആക്കണം. കാരണം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്താ പറയുക, ഇത് സെറ്റിൻ്റെ ആണ് കേട്ടോ, സെറ്റിനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുള്ളത്. എസ് പ്ലെയിനിന്ന് സെറ്റ് പ്ലെയിനിലേക്ക് മാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിട്ട് കിട്ടണം, ഒരു യൂണിറ്റ് സർക്കിളും അതിൻ്റെ ഇന്നർ പോർഷനും ഒക്കെയാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ആ രീതിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെന്താക്കി, ഒരു സർക്കിളിൻ്റെ ഇക്വേഷനാക്കി മാറ്റുകയാണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ഓഫ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, ഇമേജ് ഓഫ് ജെ ഒമേഗ ആക്സിസ് ഇൻ എസ് പ്ലെയിൻ. എസ് പ്ലെയിനിൽ നമ്മളുടെ ജെ ഒമേഗ ആക്സിസ് എന്തായിട്ട് മാറി എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഈസ് സർക്കിൾ അല്ലെ, സർക്കിളിൻ്റെ ഇക്വേഷനായി സർക്കിൾ ഓഫ് റേഡിയസ് എത്രയാണ്, 1/4 ആണ് അപ്പുറത്ത് വന്നിട്ടുള്ളത്. 1/4 എന്ന് പറഞ്ഞാൽ 1/2 സ്ക്വയർ അല്ലേ. അപ്പോൾ റേഡിയസ് ഓഫ് 1/2 ആയിട്ടുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ ജെ ഒമേഗ ആക്സിസ് ഇവിടെ സർക്കിളായിട്ട് മാറി, യൂണിറ്റ് സർക്കിൾ അല്ല എന്നുള്ളൊരു വ്യത്യാസമാണ്. 1/2 ആണ് അതിൻ്റെ റേഡിയസ് വരുന്നത്. പിന്നെയും അതിൽ നമുക്ക് ഒബ്സർവ് ചെയ്യുന്ന 1-2 പോയിന്റുകളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് വെച്ചിട്ട്, ഇപ്പോൾ ഒരു സർക്കിൾ വെച്ചിട്ടാണെങ്കിൽ ഈ യൂണിറ്റ് സർക്കിളിന് പകരം എന്താ 1/2 റേഡിയസ് ആയ സർക്കിളിൻ്റെ ഉള്ളിലേക്കായിട്ടാണ് മാപ്പിംഗ് വരാൻ പോകുന്നത്. സോ ദ ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ maps inside a circle. അത് ഓക്കെയാണ്. ഇൻസൈഡ് എ സർക്കിൾ ഓഫ് റേഡിയസ് 1/2. അവിടെയാണ് വ്യത്യാസം വരുന്നത്. നമ്മുടെ റിക്വയർമെൻറ്റ് യൂണിറ്റ് സർക്കിൾ ആണെങ്കിലും നമുക്ക് ഇവിടെ 1/2 എന്നുള്ള റേഡിയസ് ആണ് വരുന്നത്. സെൻറ്റർ എവിടെയാണ് വരുന്നത് അതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ സെൻറ്റേർഡ് ഇവിടെ എക്സിന് 1/2 മറ്റേത് വൈനൊന്നുമില്ല. അപ്പോൾ 1/2, 0 ആണ്. Z ഈക്വൽ ടു 1/2 എന്ന് പറയാം ഇൻ ദ Z പ്ലെയിൻ അല്ലേ. അല്ലെങ്കിൽ ആക്ച്വലി ഇതാണ് 1/2, 0 റിയൽ വാല്യൂ മാത്രമാണ് അവിടെ ഉള്ളൂ എന്നുള്ള രീതിയിൽ. ഇനി സെക്കൻഡ് പോയിന്റ് ഇതിൽ നിന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ. അപ്പോൾ എവിടെയാണെന്ന് പറയാം, റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ മാപ്സ് ഇൻ ടു ഔട്ട്സൈഡ് ദ സർക്കിൾ ആണ്. അപ്പോൾ എന്തായാലും ഇത് വരിക ഔട്ട്സൈഡ്, പക്ഷേ റേഡിയസ് 1/2 ആണ് മാത്രം. ഔട്ട്സൈഡ് ദ സർക്കിൾ ഓഫ് റേഡിയസ് 1/2 ഇൻ ദി Z പ്ലെയിൻ. അതാണ് നമുക്ക് രണ്ടാമത് കിട്ടുന്ന ഒബ്സർവേഷൻ. പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെ ഒമേഗ ആക്സിസ് നമ്മൾ യൂണിറ്റ് സർക്കിൾ ആയിട്ടാണ് വരേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ കേസിൽ ഏതായിട്ടാണ് വരിക, 1/2 ജെ ഒമേഗ ആക്സിസ് മാപ്സ് ഇൻ ടു ഓൺ ടു പെരിമീറ്റർ ഓഫ് സർക്കിൾ. പെരിമീറ്റർ of the circle with radius 1/2. ഓക്കെ, ഇത്രയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതായത് ഇത് വെറുതെ ഒന്ന് പ്ലോട്ട് ചെയ്ത് കാണിക്കാം വേണമെങ്കിൽ. പ്ലോട്ട് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാവും എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ വന്നിട്ടുള്ളത്. x - 1/2 ഹോൾ സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു 1/4 എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റിലേഷൻ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത് യൂണിറ്റ് സർക്കിൾ അല്ല, സർക്കിൾ വിത്ത് റേഡിയസ് 1/2 ആണ് ആ സർക്കിൾ വരുന്നത്. ഓക്കെ, പിന്നെ ആ സർക്കിളിൻ്റെ ബേസിൽ ലെഫ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് സർക്കിളിൻ്റെ ഉള്ളിലേക്ക് വരും എന്ന് പറഞ്ഞു. റൈറ്റ് ഹാഫ് അതിൻ്റെ പുറത്തേക്കാണ് വരിക. ജെ ഒമേഗ ആക്സിസ് സർക്കിളിൻ്റെ എന്തിൻ്റെ മുകളിലേക്കോ പെരിമീറ്ററിലേക്കായിട്ടാണ് വരിക എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മളൊന്ന് വരച്ച് നോക്കാം. അപ്പോൾ ആദ്യം നമ്മളുടെ എസ് പ്ലെയിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളത് വരയ്ക്കണം. ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ ലെഫ്റ്റ് ഹാഫ്. ഓക്കെ, ലെഫ്റ്റ് ഹാഫ് ഓഫ് ഇത് നമ്മളുടെ എസ് പ്ലെയിൻ ആണെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് ഹാഫ് ആണ് നമ്മളുടെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഏരിയ. കാരണം ലെഫ്റ്റ് ഹാഫിൽ പോൾസ് വന്നു കഴിഞ്ഞാലാണ് എന്താവുന്നത്, സ്റ്റേബിൾ ആവുന്നത്. സോ ഇത് നമ്മളുടെ സിഗ്മയും ജെ ഒമേഗ ആക്സിസുമാണ്, അല്ലെങ്കിൽ ഈ കാണുന്ന സാധനം നമ്മളുടെ എന്താണ്, എസ് പ്ലെയിൻ ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ എസ് പ്ലെയിൻ. ഇനി കറസ്പോണ്ടിങ് എന്തുകൂടി സെഡ് പ്ലെയിൻ എങ്ങനെയാണെന്നുള്ളതും കൂടി വരയ്ക്കാം.
സെറ്റ് പ്ലെയിനിൽ നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യുക റിയൽ പാർട്ട് ഓഫ് സെഡ് എന്നും ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് എന്നും അറിയും. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള എന്താണ്, ഈ സാധനം ഇവിടേക്ക് മാറി എന്തായിട്ടാണ് മാറുന്നത്, ഇപ്പുറത്ത് നമുക്കൊരു സർക്കിളായിട്ടാണ് മാറുന്നത്. പക്ഷെ ആ സർക്കിള് സെൻറ്റേർഡ് അറ്റ് വേറൊരു പോയിന്റാണ് മാത്രം. ഓക്കെ, ഇതാണ് വിചാരിക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇവിടെ കിട്ടുന്ന സർക്കിൾ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒറിജിനലി മുട്ടിയിരിക്കണം. ഇങ്ങനെ ഒരു സർക്കിളാണ് നമുക്ക് കിട്ടുന്നത്. ഈ സർക്കിളിൽ ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ 1/2 ആയിരിക്കും. ഓക്കെ, ഇത് 1 ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതാണ് നമുക്ക് കിട്ടുന്നത്. ശരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത് ഇവിടെ ഒരു എന്താ പറയുക, ഒരു യൂണിറ്റ് സർക്കിൾ ആയിരുന്നു. യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. ഓക്കെ, ഇങ്ങനെ ഒരു സംഭവമായിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1 ആയിട്ടുള്ള ഒരു മാഗ്നിറ്റ്യൂഡ് ആയിട്ടുള്ളത്, അതായത് ജെ, ഇത് -1 ഇതാണ് നമ്മളുടെ ആക്ച്വലി നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള സാധനം. ഏത്, യൂണിറ്റ് സർക്കിൾ. പക്ഷേ ആ യൂണിറ്റ് സർക്കിൾ ആയിട്ടല്ല വന്നത്. നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് നമ്മളുടെ ഈ കാണുന്ന സംഭവമാണ്. ഇതിൽ മാപ്പിംഗ് എന്ന് പറയാൻ, മാപ്പിംഗ് വരുത്താൻ നമ്മുടെ അടുത്തേക്ക് വെക്കുകയാണെങ്കിൽ ഓക്കെ, ഇവിടെ നമ്മുടെ ഈ ഒരു ആക്സിസ് എന്ന് പറയുന്നത്, ഈ ആക്സിസ് ഇതിൻ്റെ മുകളിലോട്ടാണ് വരിക എന്നാണ് പറയുന്നത്. പെരിമീറ്റർ ആയിട്ടാണ് വരിക. ഇപ്പോൾ ഈ ലെഫ്റ്റ് ഹാഫ് എവിടേക്ക് വരും, ഇതിൻ്റെ ഉള്ളിലേക്ക് വരും. ഇപ്പോൾ യെല്ലോ ഷെയ്ഡ് എടുത്ത് കാണിക്കുകയാണെങ്കിൽ ഇതാണ് നമ്മളുടെ എന്ത് വരുന്നത്, ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ. ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ ഈ സർക്കിളിൻ്റെ ഉള്ളിലേക്കാണ് മാപ്പിംഗ് നടക്കുന്നത്. ഓക്കെ, ലെഫ്റ്റ് ഹാഫ് എന്നുള്ളതെല്ലാം ഇതിൻ്റെ ഉള്ളിലേക്കാണ് മാപ്പിംഗ് വരിക എന്നുള്ളത്. അപ്പോൾ നമുക്ക് യൂണിറ്റ് സർക്കിളിന് പകരം വേറൊരു സർക്കിളാണ് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിലേക്കായിട്ടാണ് കിട്ടുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വേറെയും കുറച്ച് കാര്യങ്ങളോട് മനസ്സിലാക്കാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, this transformation technique does map a stable analog filter into a stable digital filter, but the j omega axis does not even map onto the z equal to j omega circle. Okay, അപ്പോൾ നമ്മളുടെ ഈ ജെ ഒമേഗ ആക്സിസിൻ്റെ മാപ്പിംഗ് ഈ ഒരു ചെറിയൊരു സർക്കിളിൻ്റെ ഉള്ളിലേക്കാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ലിമിറ്റ് ചെയ്യാമെന്ന് വേണമെങ്കിൽ പറയാം. സോ ദിസ് ട്രാൻസ്ഫോർമേഷൻ സിവിയർലി റെസ്ട്രിക്ട് ദ ഡിജിറ്റൽ ഫിൽട്ടർ പോൾ ലൊക്കേഷൻസ്. ഓക്കെ, അപ്പോൾ അത് ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഒബ്സർവേഷനാണ്. എന്താണ്, റെസ്ട്രിക്റ്റ് ചെയ്യാണ് ട്രാൻസ്ഫോർമേഷൻ. ദിസ് ട്രാൻസ്ഫോർമേഷൻ റെസ്ട്രിക്ട്സ് ദി ഡിജിറ്റൽ പോൾ ലൊക്കേഷൻസ്. ഓക്കെ, കാരണം യൂണിറ്റ് സർക്കിൾ തന്നെ മുഴുവനായിട്ട് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതധികം യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ പാസിനും ബാൻഡ് പാസിനുമാണ് സാധാരണ നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിക്കുക. ലോ പാസ് ആൻഡ് ബാൻഡ് പാസ്. അപ്പോൾ ഹൈ പാസിനും ബാൻഡ് സ്റ്റോപ്പിനും ഒന്നും ഏത് ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിക്കില്ല. നമ്മൾ ഈ അപ്രോക്സിമേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ഓർ ബാക്ക്വേർഡ് ഡിഫറൻസ് ടെക്നിക്ക് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ നിന്ന് മെയിനായിട്ട് വരുന്നത്. ഇപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇപ്പോൾ ഒന്നുകൂടിയും പറയാം, നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ടത് S equal to 1 minus z raised to -1/t ആണ്, where t is the sampling rate. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈക്വേഷൻ ഇതായിരുന്നു, x minus 1/2 whole square plus y square equal to 1/4. അപ്പോൾ അത് വെച്ച് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ജെ ഒമേഗ എക്സ്, അതായത് ഈ സംഭവം മാപ്പ് ചെയ്യുന്നത് ഒരു യൂണിറ്റ് സർക്കിൾ അല്ല, 1/2 റേഡിയസ് ആയിട്ടുള്ള ഒരു സർക്കിളാണ്, സെൻറ്റേർഡ് അറ്റ് 1/2 0. So it is inside the unit circle and it uses only this much of portion. So left half of S plane is mapped into the interior of the circle. So ഇവിടെ യൂട്ടിലൈസേഷൻ കുറവാണ് നമ്മുടെ അവൈലബിൾ ആയിട്ട് യൂണിറ്റ് സർക്കിളിൻ്റെ. അതുകൊണ്ട് തന്നെ ഡിസൈൻ റെസ്ട്രിക്റ്റഡ് ആണ്, പോൾ ലൊക്കേഷൻ റെസ്ട്രിക്റ്റഡ് ആണ്. സോ ലോ പാസ് ഫിൽറ്ററിനും ബാൻഡ് പാസ് ഫിൽറ്ററിനാണ് ഇത് ഉപയോഗിക്കുക.